ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ അവിടെ ശാലിനിയാണെങ്കിൽ ഉറങ്ങിയിട്ടില്ല, കട്ടിലിരുന്ന് വിഷ്ണുവുമായിട്ടുള്ള നിമിഷങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. കുട്ടികളും വിഷ്ണുവും കൂടി കടലിൽ പോയതും കളിക്കുന്നതും തിരയിലിറങ്ങുന്നതും ഒക്കെ ഓർത്തിങ്ങനെ സങ്കടപ്പെട്ട് കുട്ടികളെ കാണാത്തതിൽ ആ ഒരു വിഷമത്തിലിരിക്കുന്നുണ്ട്. ശിവനാണെങ്കിൽ അവിടെ സെറ്റിൽ കിടന്ന് നല്ല ഉറക്കത്തിലാണ്. ഈ സമയത്താണ് രാഘവൻ നായർ കുട്ടികളെയും കൊണ്ടൊരു ഓട്ടോയിൽ അവിടെ എത്തുന്നുണ്ട്. അന്നേരം ഇത് തന്നെയല്ലേ മക്കളെ വീടും ചോദിക്കുമ്പോൾ തന്നെ എന്ന് പറയുകയാണ്. തുടർന്ന് കുട്ടികളാണെങ്കിൽ ഓടിഞ്ഞകത്തേക്ക് കയറുമ്പോൾ രാഘവൻ നായർ ഒന്ന് വെയിറ്റ് ചെയ്യണമെന്ന് ഓട്ടോക്കാരനോട് പറയുമ്പോൾ വെയിറ്റ് ചെയ്യുന്നില്ല മാമ, വേറെ തിരക്കുണ്ടെന്ന് പറയുമ്പോൾ സമയമില്ലല്ലേ, എത്രയായും ചോദിക്കുമ്പോൾ 100 എന്ന് പറഞ്ഞ് പൈസ കൊടുക്കുന്നുണ്ട്. തുടർന്ന് ഈ കുട്ടികളകത്തേക്ക് കയറിയിട്ട് വാതിൽ മുട്ടി അമ്മേ അമ്മയെന്ന് വിളിക്കുകയാണ്. അന്നേരം ശിവനാണ് ആദ്യം ഉണരുന്നത്. ശാലിനി ഇത് കേൾക്കുന്നില്ല. അന്നേരം ശിവനാണ് ഇത് മൊബൈലെടുത്ത് സമയം നോക്കുന്നുണ്ട്. അന്നേരം ഇവരെന്താ ഈ സമയത്ത് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അപ്പോൾ തുറക്കുന്നില്ലല്ലോ, ഒന്നുകൂടി വിളിക്കാമെന്ന് പറഞ്ഞ് കുട്ടികൾ വീണ്ടും മുട്ടി മുട്ടി വിളിക്കുകയാണ്. രാഘവൻ നായർ അകത്തേക്ക് കയറുന്നുണ്ട്. അന്നേരം ശിവനാണ് വന്ന് വാതിൽ തുറക്കുന്നത്. അന്നേരം അമ്മ എവിടെയും ചോദിക്കുമ്പോൾ അമ്മ അകത്തുണ്ട് എന്നിങ്ങനെ ശിവൻ പറയുമ്പോൾ കുട്ടികൾ ഓടി അമ്മയെന്ന് പറഞ്ഞ് വിളിച്ച് മുറിയിലേക്ക് ചെല്ലുമ്പോൾ ശാലിനി ബഹളം കേൾക്കുന്നുണ്ട്. അന്നേരം കുട്ടികളാണല്ലോ എന്ന് ശാലിനി ഓടി ഇറങ്ങി വരികയാണ്. അന്നേരം കുട്ടികളെ കണ്ട ഉടനെ ശാലിനിയും രണ്ടുപേരെയും കെട്ടിപ്പിടിച്ച് നെറ്റിയിലൊക്കെ കവിളിലൊക്കെ മാറി മാറി മുത്തം കൊടുക്കുകയാണ്. അന്നേരത്തേക്ക് രാഘവൻ നായരെ കൂട്ടിക്കൊണ്ട് ശിവനാണെങ്കിൽ അകത്തേക്ക് കയറുന്നുണ്ട്. അന്നേരം ഈ സമയത്ത് ചോദിക്കുമ്പോൾ ഈ സമയത്തല്ലേ ഭാമ കാണാതെ കുട്ടികളെ കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ, അതുകൊണ്ട് അവൾ ഉറങ്ങുകയാണ്, ആ സമയം നോക്കി ഞങ്ങൾ ഒരു ഓട്ടോ വിളിച്ചിഞ്ഞ് പോകുന്നു എന്നിങ്ങനെ പറഞ്ഞ് രാഘവൻ നായർ അവിടത്തേക്ക് ഇരിക്കുന്നുണ്ട്. അന്നേരം മോൾക്ക് സന്തോഷമായില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം നിൻ്റെ സന്തോഷമാണ് എനിക്ക് വേണ്ടത്, ഈ കുട്ടികളുടെ സന്തോഷമാണ് വേണ്ടതെന്ന് കുട്ടികളോടൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്. അപ്പോൾ ശാലിനി ചോദിക്കുന്നുണ്ട് സത്യാമ്മ ഇത് അറിയുമ്പോലെന്ന്. അന്നേരം അറിഞ്ഞാലോ, ബാക്കിയൊക്കെ ഞാൻ നോക്കിയോളാം, കൊച്ചുങ്ങൾ അമ്മയുടെ അച്ഛൻ്റെ അടുത്താണ്, നിങ്ങൾ രണ്ടുപേർക്കും അടുത്തല്ലേ, കാണാതിരിക്കാനായിട്ട് പറ്റില്ലല്ലോ, അതൊക്കെ എനിക്കറിയാമെന്ന് പറഞ്ഞ് രാഘവൻ നായർ എഴുന്നേൽക്കുകയാണ്. എന്തായാലും ഞാൻ ഇറങ്ങുകയാണ്, ഒരു ഉറക്കം കഴിയുന്നതിന് മുമ്പ് അങ്ങ് എത്തണം എന്ന് പറഞ്ഞ് രാഘവൻ നായർ സ്റ്റിക്കർ കുത്തിപ്പിടിച്ച് എഴുന്നേൽക്കുകയാണ്. അന്നേരം ശാലിനി പെട്ടെന്ന് ശിവനോട് പറയുന്നുണ്ട് അച്ഛനെ കൊണ്ടുവിടുക. അന്നേരം അതൊന്നും വേണ്ട, രാത്രിയല്ലേ, അച്ഛനൊരു ഓട്ടോ വിളിച്ച് പൊക്കോളാം, നിങ്ങൾ ഉറക്കം കളയണ്ട. അന്നേരം അതൊന്നും സാരമില്ല, നമ്മുടെ വണ്ടിയുള്ളപ്പോൾ അച്ഛൻ എന്തിനാ വേറെ ഓട്ടോയിൽ പോകുന്നതെന്ന് ഇങ്ങനെ ശിവൻ പറഞ്ഞു. 2 മിനിറ്റ് ഞാൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് ശിവൻ പോയി അകത്ത് പോയി ഷർട്ട് എടുത്തുകൊണ്ട് വരുന്നുണ്ട്. തുടർന്നാണെങ്കിൽ ശാലിനിയോടും പറയുന്നുണ്ട് മക്കളുമായിട്ട് നിന്നോ എന്നൊക്കെ പറയുകയാണ്. ഭാമയുടെ കാര്യമൊന്നും ആലോചിക്കേണ്ട, എന്നാൽ കുട്ടികൾക്ക് സന്തോഷമായില്ലേ, അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വരാൻ കേട്ടോ എന്ന് പറയുമ്പോൾ സന്തോഷമായെന്നൊക്കെ പറയുകയാണ്. കുട്ടികളും രാഘവൻ നായർക്ക് തിരിച്ച് മുത്തമൊക്കെ കൊടുക്കുന്നുണ്ട്. അന്നേരം എങ്കിൽ ശരി നമ്മൾ പോകാമെന്ന് പറഞ്ഞിട്ട് രാഘവൻ നായരെയും പിടിച്ചുകൊണ്ട് ഇറങ്ങുകയാണ്. അന്നേരം ഈ കുട്ടികളാണെങ്കിൽ ശാലിനിയോട് ചോദിക്കുന്നുണ്ട് പിന്നെ ഇനി ഞങ്ങളെ സത്യാമ്മയുടെ അടുത്തേക്ക് വിടും, അമ്മയെ കാണാതെ ഞങ്ങൾ എന്തോരം വിഷമിച്ചെന്ന് പറയും. അന്നേരം വിടില്ല, ഞാൻ മക്കളുടെ കൂടെ അമ്മ എപ്പോഴും ഉണ്ടാകുമെന്നും പറഞ്ഞ് കുട്ടികളെ ചേർത്ത് പിടിച്ച് ശാലിനി കാണാതെ പോയ കുട്ടികളെ തിരികെ കിട്ടുന്ന ആ ഒരു സന്തോഷത്തോടു കൂടിയാണ് ശാലിനി അപ്പോൾ നിൽക്കുന്നത്. അതേസമയം അവിടെ മുറ്റത്തിറങ്ങിയിട്ട് ശിവനാണെങ്കിൽ രാഘവൻ നായർ ആദ്യം ബുള്ളറ്റിലേക്ക് അയറ്റുന്നുണ്ട്. അച്ഛാ പിടിച്ചിരുന്നോണെന്ന് പറയുമ്പോൾ നിൻ്റെ കൂടെ യാത്ര ചെയ്ത് എനിക്ക് പരിചയമായിടാ, പിന്നെ ഞാനിപ്പോൾ സ്ട്രോങ് ആണ്, നമ്മൾ പറപ്പിച്ചേക്കണം കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ പിടിച്ചിരുന്നാൽ മതി, ബാക്കി ഞാൻ ഏറ്റു എന്നും പറഞ്ഞ് സന്തോഷത്തോടെ രാഘവൻ നായരെയും കൊണ്ട് പോവുകയാണ്. ഇതേസമയം അവിടെ സത്യഭാമ ഉണർന്നിട്ടുണ്ടായിരുന്നു. കുട്ടികളെ രാഘവൻ നായർ കൊണ്ടുപോയതൊക്കെ അറിഞ്ഞിട്ട് ആകെ ദേഷ്യത്തിൽ ഹാളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. പൊന്നിയ മോളിൽ തന്നെ നിൽക്കുകയാണ്, പിള്ളയും ഇങ്ങനെ മുറ്റത്ത് തന്നെ നിൽക്കുകയാണ്. ഇനി എന്തൊക്കെ കുഴപ്പമുണ്ടാകുമോ എന്തോ എന്നൊക്കെ പറഞ്ഞ് പിള്ള ഗേറ്റിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. ഈ സമയത്ത് ശിവനാണെങ്കിൽ രാഘവൻ നായരെയും കൊണ്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ബുള്ളറ്റ് അങ്ങോട്ട് നിർത്തുമ്പോൾ തന്നെ സാർ എന്ത് പണിയെ കാണിച്ചത്, സത്യാമ്മ അവിടെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണെന്നിന് പറയുന്നുണ്ട്. അന്നേരം ശിവൻ പറയുകയാണ്, ശിവനും പിന്നെ പിള്ളയും കൂടി ചേർന്ന് രാഘവൻ നായരെ പിടിച്ചിറക്കുന്നുണ്ട്. അന്നേരം അച്ഛൻ എന്താ നേരിടാൻ തയ്യാറായിക്കൊള്ളണം, യുദ്ധമുഖത്തേക്കാണ് പോകുന്നതെന്നൊക്കെ പറയുമ്പോൾ നീ കൂടെ ഉണ്ടാവില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഞാൻ ദേ അവിടം വരെ ഉള്ളൂ, പിന്നൊക്കെ അച്ഛൻ നോക്കിക്കൊള്ളണം എന്ന് പറഞ്ഞ് ദേ വരുന്നു എന്ന് പറയുകയാണ്. സത്യഭാമ ഇത് കേട്ടുകൊണ്ട് താഴേക്ക് വരുന്നുണ്ട്, മുറ്റത്തേക്ക് വരുന്നുണ്ട്. പൊന്നിയും മോളിൽ നോക്കിയിട്ട് താഴേക്ക് ഇറങ്ങി വരികയാണ് ചെയ്യുന്നത്. അന്നേരമാണെങ്കിൽ പിന്നെ ഞാൻ ഉറങ്ങി തക്കം നോക്കി കുട്ടികളെ കൊണ്ടുപോയി ദുഷ്ടയെ ഏൽപ്പിച്ചു അല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം കുട്ടികളുടെ സങ്കടം സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ഞാൻ അവിടെ കൊണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവരുടെ സങ്കടമൊന്നും നിങ്ങൾക്ക് കാണണ്ടല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം പിന്നെ വിഷ്ണു നീ പോകാൻ നോക്ക്, ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറയുകയാണ്. അന്നേരം ശിവനൊന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അന്നേരം എന്ത് നോക്കാനായിട്ട്, ഇനി പിന്നെ കൂറ് അവിടെയല്ലേ, അപ്പോൾ പിന്നെ ഇനി ഇവിടത്തേക്ക് കയറണ്ട, ചായ്വ മരുമകളുടെ അടുത്തല്ലേ, അവിടെ പോയി താമസിച്ചാൽ മതി എന്നിങ്ങനെ പറയുമ്പോഴും പിന്നെ രാഘവൻ നായർ ഇങ്ങനെ ആദ്യം ഒരു ഷോക്കിൽ ഇങ്ങനെ ഭാമയെ തന്നെ നോക്കി നിൽക്കുകയാണ്. അന്നേരം ശിവൻ പറയുന്നുണ്ട് അത് സത്യാമ്മയെ അച്ഛൻ എന്നിങ്ങനെ പറയുമ്പോൾ ഏതച്ഛൻ, അവിടെ പിന്നെ ബോധമില്ലാതെ എന്തെങ്കിലും പറയുന്നു കേട്ട് നീ അതിന് കേട്ട് തുള്ളാനെന്ന് നിൽക്കേണ്ട, കാര്യങ്ങളൊക്കെ എനിക്കറിയാം, നിന്നെ ഞാൻ മകനെ പോലെ സ്നേഹിച്ചതാണ്, പക്ഷേ അവളുടെ വാക്കും കേട്ടുകൊണ്ട് നീ എനിക്കെതിരെ തിരിഞ്ഞു, ഞാൻ മനസ്സ് നൊന്തൊന്ന് ശപിച്ചാലുണ്ടല്ലോ നീ എന്ന് ഒരു കാലത്തും രക്ഷപ്പെടില്ല, നീ അവളും രക്ഷപ്പെടില്ല, എൻ്റെ പാതി ജീവനെയാണ് നീ അടർത്തിക്കൊണ്ട് പോയത് എന്നൊക്കെ പറയുമ്പോൾ ഭാമയെ തന്നെ രാഘവൻ നായർ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് ശിവനൊന്നും പറയാനായിട്ട് സാധിക്കുന്നില്ല. എന്നിട്ട് പറയുകയാണ് നീ ആരുടെ കൂടെ കൂടുകയോ എന്തോ ജീവിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ, അതൊന്നും എൻ്റെ വിഷയമല്ല എന്നിങ്ങനെ പറയുകയാണ്. ശിവനെ അങ്ങ് മാറ്റി തന്നെ താറടിച്ച പോലെ സത്യഭാമ മുഖത്ത് നോക്കി പറയുന്നുണ്ട്, എൻ്റെ നേരെ ഒന്നും പറയാനൊന്നും വരണ്ട എന്ന് പറയുകയാണ്. എന്നിട്ട്
പിന്നെ രാഘവൻ നായർ വീണ്ടും പറയുകയാണ്, നീ ചെല്ലാൻ നോക്ക്, അവിടെ കുട്ടികളും അവളും വിഷമിക്കുമെന്നൊക്കെ പറയുകയാണ്. അന്നേരം ഇനി എന്തായാലും നിങ്ങൾ വീട്ടിലേക്ക് കയറണ്ട എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം രാഘവൻ നായർ പറയുകയാണ്, ആര് കയറണ്ടെന്ന്, നീ ആരോടാണ് ഈ പറയുന്നത്? ഇത് ഞാനാണ് നിന്നെ ഇവിടെ കെട്ടിക്കൊണ്ടുവന്നത്, ഇത് ഞാൻ വെച്ച വീട്, ഞാൻ പണിത വീട്, ഞാനിവിടെ ഇഷ്ടമുള്ളപ്പോൾ വരും, ഇഷ്ടമുള്ളപ്പോൾ പോകും, എന്നെ ഞാൻ അനുസരിച്ച് നിൽക്കാവുന്നവർക്ക് ഇവിടെ നിന്നാൽ മതി. ഇനി അതല്ല എതിർക്കാനാണ് ഭാവം എന്നുണ്ടെങ്കിൽ അന്ന് മുതൽ നീയാണ് ഇറങ്ങിപ്പോവേണ്ടത്, ഇവിടെ നിന്ന് ഞാനല്ല ഇറങ്ങിപ്പോവേണ്ടത്. എന്നെ എതിർക്കുകയാണ് എന്നുണ്ടെങ്കിൽ അന്ന് മുതൽ നിൻ്റെ സ്ഥാനം ഈ പടിക്ക് പുറത്താണ് എന്ന് പറഞ്ഞ് സത്യഭാമയുടെ മുഖത്ത് നോക്കി രാഘവൻ നായർ രണ്ടും കൽപ്പിച്ചും ദേഷ്യത്തോടെ പറയുമ്പോൾ ഭാമയ്ക്ക് പിന്നെ ഒരക്ഷരം മിണ്ടാനായിട്ട് കഴിയുന്നില്ല. ഭാമ ഇങ്ങനെ നോക്കി തന്നെ നിൽക്കുകയാണ്. എന്നിട്ട് അവളെന്നെ പഠിപ്പിക്കാനായിട്ട് വന്നിരിക്കുന്നു, ഇറക്കി വിടുമ്പോലോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇത് എൻ്റെ വീടാണ്, എനിക്കിഷ്ടമുള്ളപ്പം വരും എന്ന് പറഞ്ഞ് രാഘവൻ നായർ ദേഷ്യത്തിനകത്തേക്ക് കയറിപ്പോവുകയാണ്. അന്നേരം പിള്ള പിന്നാലെ ഓടുന്നുണ്ട്. അന്നേരം ഭാമയ്ക്ക് ഇതും കൂടി ശിവൻ്റെ മുമ്പിലും എല്ലാവരുടെ മുമ്പിലും ഒക്കെ വെച്ച് പറഞ്ഞപ്പോൾ ഭാമയ്ക്ക് അങ്ങ് പെരുവിരി കൊള്ളി നിൽക്കുകയാണ്. എന്നിട്ട് ശിവനോട് പറയുന്നുണ്ട്, അപ്പോൾ നീയും അവനും കൂടി അവളും കൂടി പിന്നെ പിരികേറ്റി വിട്ടിരിക്കുകയാണല്ലേ, അപ്പോൾ ഇതിനുള്ള മറുപടി ഉണ്ടല്ലോ, അവൾക്ക് ഞാൻ അവിടെ കൊടുത്തോളാം, അവിടെ ഞാൻ വരുന്നുണ്ടെന്ന് അവളോട് അങ്ങോട്ട് പറഞ്ഞുതരാം എന്നിങ്ങനെ പറഞ്ഞിട്ട് ഭാമയും ദേഷ്യത്തോടെ പോവുകയാണ്. എന്നെ ഇറക്കി വിടുമ്പോൾ ഒന്ന് ചോദിക്കണമല്ലോ എന്ന് പറഞ്ഞ് ഭാമ പിന്നാലെ പോകുന്നുണ്ട്. അന്നേരം പൊന്നി ശിവനെ നോക്കിയിട്ട് പൊന്നി അങ്ങ് അകത്തേക്ക് കയറി പോവുകയാണ്. ശിവൻ അവിടെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. തുടർന്ന് പിറ്റേന്ന് രാവിലെ ആണെങ്കിൽ അവിടെ മൂർത്തിയുടെ വീട്ടിൽ പിന്നെ മൂർത്തിയുടെ അച്ഛനാണെങ്കിൽ ഇങ്ങനെ മുറ്റത്ത് നിൽക്കുമ്പോൾ ഓട്ടോയിലാണെങ്കിൽ ഒരു പെൺകുട്ടി വന്നിറങ്ങുന്നുണ്ട്. എന്നിട്ട് അത് ദുർഗയുടെ മകളാണ് വന്നിറങ്ങുന്നത്, നന്ദനയാണ് വന്നിറങ്ങുന്നത്. എന്നിട്ട് ആദ്യം മുത്തച്ഛൻ്റെ അടുത്തേക്ക് വരികയാണ്. പുറകിൽ നിന്നുകൊണ്ടില്ല ഷൂട്ട് ചെയ്യുന്ന പോലെ കാണിക്കുന്നുണ്ട്. ഹാൻഡ്സപ്പ് എന്നൊക്കെ പറയുമ്പോൾ മുത്തച്ഛന് മനസ്സിലാവുന്നുണ്ട് കൊച്ചോളാണ് എന്നുള്ളത്. അന്നേരം നിങ്ങളെ തട്ടിക്കൊണ്ടു പോകാൻ വന്നതാണ്, എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്നൊക്കെ ചോദിക്കും. എൻ്റെ കാര്യങ്ങൾ നന്നായിട്ട് മൊത്തം നോക്കണം, പിന്നെ എൻ്റെ ഭാര്യയെ കൂടെ കൊണ്ടുപോകണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ ഒരു തമാശ രൂപത്തിലാണ്. അന്നേരം എപ്പോൾ വന്ന് ചാടി എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം ദേ ഇപ്പോൾ വന്നതേ ഉള്ളൂ എന്ന് പറയുകയാണ്. അന്നേരം ബാഗൊക്കെ ഉണ്ടല്ലോ, നേരെ ഇങ്ങോട്ടത്തേക്കാണോ, ഒന്ന് ദുർഗ അറിഞ്ഞോ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം ഞങ്ങൾ തമ്മിൽ മുട്ടം വഴക്കാണ്, സെറ്റാവില്ല, മാനേജരൊക്കെ സ്കൂളിലല്ലേ, അത് എന്നോട് കാണിച്ചാൽ എനിക്ക് പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടത്തേക്ക് പോകുന്നു എന്ന് പറയുകയാണ്. അന്നേരം അപ്പോൾ പഠിത്തമെന്ന് ചോദിക്കുമ്പോൾ വെക്കേഷനാണെന്ന് പറയുന്നുണ്ട്. അന്നേരം ഇങ്ങോട്ടത്തേക്കാണ് വരുന്നതെന്ന് പറഞ്ഞോ ചോദിക്കുമ്പോൾ ഇല്ല, അതൊക്കെ പിന്നീട്, ഇനി എനിക്ക് നല്ല ആഹാരം, ഞാൻ കുറച്ച് ദിവസം ഇവിടെ കാണും, നല്ല ആഹാരങ്ങളൊക്കെ രണ്ടുപേരും വെച്ച് തരണമെന്ന് പറയുന്നുണ്ട്. അന്നേരം മുത്തശ്ശി അങ്ങോട്ടത്തേക്ക് വരുന്നതാണ്. ഒരു സന്തോഷത്തോടെ ചിരിച്ച് സംസാരിക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ അവിടെ അകത്ത് ഈ കുഞ്ഞിനെ ആണെങ്കിൽ ശരികയുടെ മോളുണ്ടല്ലോ, മോളാണെങ്കിൽ ഇങ്ങനെ കട്ടിലിൽ കിടത്തിയിരിക്കുകയാണ്. പിന്നെ കുഞ്ഞാണെങ്കിൽ തിരിഞ്ഞ് ഈ ആദ്യം തലവണ ഇങ്ങ് വന്ന് വീഴുന്നുണ്ട്. അതിനുശേഷം കുട്ടിയും കട്ടിലിൽ നിന്ന് മോളിൽ നിന്ന് താഴേക്ക് ഒന്ന് വീഴുകയാണ്. അന്നേരം കുഞ്ഞ് കടന്ന് കരയുമ്പോൾ ശബ്ദം കേട്ടുകൊണ്ട് അരുണ വാഷ്റൂമിലായിരുന്നു, ഓടി വരുന്നുണ്ട്. അന്നേരം എടുക്കുകയാണ് കൊച്ചിനെ. അന്നേരം ബഹളം കേട്ടുകൊണ്ട് മൂർത്തി എത്തുന്നുണ്ട്. അന്നേരം എന്ത് പറ്റിയും ചോദിക്കുമ്പോൾ കട്ടിലിൽ നിന്ന് വീണു എന്ന് പറയുകയാണ്. അന്നേരം രണ്ടുപേരും ആ വിഷമിക്കുന്നുണ്ട്. എന്നിട്ട് കരച്ചിൽ നിർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈ പാല് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് പാൽക്കുപ്പിയൊക്കെ മൂർത്തി എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അന്നേരം ഈ ബഹളമൊക്കെ കേട്ടുകൊണ്ട് മുത്തശ്ശിയും ഈ നന്ദനിയും ഒക്കെ അകത്തേക്ക് കയറുകയാണ്. അന്നേരം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഞാൻ എടുക്കണം ആൻറ്റി എന്നിങ്ങനെ കുഞ്ഞിനെ കണ്ടിട്ട് നന്ദന ചോദിക്കുമ്പോൾ വേണ്ട, കൈമാറിയാൽ കരയുമെന്ന് പറയുകയാണ്. അന്നേരം മൂർത്തി ചോദിക്കുന്നത് നീ വരുന്ന വഴിയാണ്. അന്നേരം അതേ, കുറച്ച് ദിവസം ഇവിടെ കാണുമെന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം കട്ടിലിൽ നിന്ന് വീണു എന്നൊക്കെ പറയുമ്പോൾ ഈ മുത്തശ്ശിക്കും വിഷമാവുന്നുണ്ട്. അന്നേരം അപ്പോൾ കുഞ്ഞിനെ പിന്നെ എപ്പോഴും നോക്കാനായിട്ട് ഒരാൾ വേണം, നിങ്ങളൊക്കെ ഉള്ളത് ശരി തന്നെ, എല്ലാവരുടെയും ശ്രദ്ധ പെട്ടെന്ന് എത്തില്ല, ഒരാൾ കുഞ്ഞിനെ നോക്കാനായിട്ട് വേണം, പിന്നെ കട്ടിലിൽ നിന്ന് കുഞ്ഞ് വീഴുന്നത് സാധാരണ തന്നെ, ദൈവം തന്നെ എത്ര പ്രാവശ്യം വീണിട്ടുണ്ടോ എന്നൊക്കെ മൂർത്തി നോക്കി പറയുകയാണ്. ഈ സമയത്താണെങ്കിൽ ഈ നന്ദനയ്ക്ക് ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. അന്നേരം ഒരു ഫ്രണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് നന്ദന അങ്ങ് ഉമ്മറത്തേക്ക് പോവുകയാണ്. അന്നേരം ഇവരിങ്ങനെ കുഞ്ഞിൻ്റെ കരച്ചിൽ മാറ്റാനായിട്ട് കുഞ്ഞിനെ മുത്തശ്ശി വാങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. അരുണയും മൂർത്തിയൊക്കെ ആകപ്പാട് വിഷമിക്കുകയാണ്. അന്നേരം ഈ നന്ദനയ്ക്ക് വരുന്ന ഫോണാണെങ്കിൽ ദുർഗയാണ് വിളിക്കുന്നത്. അന്നേരം എന്തായി മോളെയും ചോദിക്കുകയാണ്. അന്നേരം ഞാനിവിടെ എത്തി, ആളെ കണ്ടു, ഇനി കയ്യിലെടുക്കേണ്ട താമസമേ ഉള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ ഈ ദുർഗ അറിഞ്ഞിട്ട് തന്നെയാണ് നന്ദനയുടെ വന്നിരിക്കുന്നത്, ഈ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്യാനായിരിക്കും. എന്നിട്ട് അല്ലാതെ അപ്പോൾ അമ്മയോട് വഴക്കിട്ട് വന്നു എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് അത് കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്യാനുള്ളൊരു പ്ലാനിലാണ് വന്നിരിക്കുന്നത്. അത് ഇവരെ അറിയുന്നുമില്ല. ഇതേ സമയം അവിടെ ചാരികയാണെങ്കിൽ അവിടെ ഗാർഗിയുടെ ആ ഒരു ഹോട്ടലിൽ ഇങ്ങനെ ഒരു ഭാഗത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അന്നേരം ഗാർഗി വേറെ ജോലിക്കാരൊക്കെ ഉണ്ട്, അവരോട് ഇങ്ങനെ ജോലിയൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ചാരിക ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതുകൊണ്ട് ശാരദ എന്ന് പറഞ്ഞ് വന്ന് വിളിക്കുകയാണ്. അന്നേരം എന്താ ഒരു വല്ലായ്മ, എന്തെങ്കിലും വിഷമമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം എൻ്റെ മോളാണെങ്കിലും മുലപ്പാൽ കുടിച്ചു പോലും തുടങ്ങിയിട്ടില്ല, പിന്നെ ഇപ്പോൾ ആ പാലെല്ലാം എൻ്റെ നെഞ്ചിൽ കെട്ടിക്കിടന്ന് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഒരമ്മയുടെ വിഷമത്തെ പോലെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അന്നേരം പിന്നെ ഇങ്ങനത്തെയുള്ള ഒരുപാട് അമ്മമാരിങ്ങനെ വേദന അനുഭവിക്കുന്നുണ്ട്. കുഞ്ഞിന് പാല് കൊടുക്കാൻ കഴിയാത്തവർ സ്വയം ഇങ്ങനെ ചെലുത്തി കളയുകയാണ് ചെയ്യുന്നത്. നിനക്കും അതേ വഴിയുള്ളൂ, വേറെ വഴിയില്ല, ചെല്ല് എന്ന് പറഞ്ഞിട്ട് വാഷ്റൂമിലേക്ക് ഇങ്ങനെ പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. അന്നേരം ആകെ വിഷമിച്ച് ശാരികയാണെങ്കിൽ വാഷ്റൂമിൽ പോകുന്നുണ്ട്. എന്നിട്ട് കണ്ണാടിയിലേക്ക് നോക്കി നിന്നങ്ങ് ആകെ സങ്കടപ്പെട്ട് കരയുകയാണ്. അതേസമയം അവിടെ പിന്നെ മൂർത്തിയുടെ വീട്ടിൽ ഈ കുഞ്ഞിനാണെങ്കിൽ കുപ്പിപ്പാല് കൊടുക്കുന്നുണ്ട്, പക്ഷേ കുഞ്ഞ് കുടിക്കുന്നില്ല. അരുണയും പിന്നെ മൂർത്തി ആകെ അങ്ങ് വിഷമിക്കുകയാണ്. അന്നേരം മുത്തശ്ശിയൊക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇത്രയും നേരമായില്ലേ, കുടിക്കാൻ
കുടിക്കുന്നില്ലല്ലോ, ഒരു വെള്ളം പോലും കുടിച്ചിട്ടില്ല, ഒന്നും കുടിച്ചിട്ടില്ല, പാൽ ഇതുവരെ കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഇവർ വിഷമിക്കുകയാണ്. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, കുഞ്ഞിന് ചിലപ്പോൾ അമ്മയുടെ ഓർമ്മ വന്നു കാണും, ജനിച്ച് ഇത്രയും നാളല്ലേ ആയിട്ടുള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള ഈ കുഞ്ഞിനെയൊക്കെ അമ്മ തൊട്ടിൽ ഉപേക്ഷിച്ച അമ്മ ഒരു രാക്ഷസിയായിരിക്കും എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം അരുണ അങ്ങ് കുഞ്ഞിനെ ചേർത്ത് പിടിച്ചാണ്, ആര് ഉപേക്ഷിച്ചാലും ഞാൻ ഇതിനെ ഉപേക്ഷിക്കില്ല, ഇത് എൻ്റെ മകളാണെന്ന് പറഞ്ഞങ്ങ് ഒത്തിരി ഒന്നും കുടിച്ച്, നല്ല മോളല്ലേ, അമ്മയല്ലേ തരുന്നതെന്നും പറഞ്ഞ് ഈ പാലങ്ങ് കൊടുക്കുകയാണ്. പക്ഷേ കുഞ്ഞ് കുടിക്കാനായിട്ട് കൂട്ടാകുന്നില്ല. പക്ഷേ അവിടെ ശാരികയാണെങ്കിൽ അത് പാല് ഇത് കളഞ്ഞതിന് ശേഷം ഇങ്ങനെ തിരിച്ച് വരുമ്പോൾ ഈ കുഞ്ഞ് ഇത് കുടിക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം അത് അമ്മയുടെ ഒരു മകളുടേതൊക്കെ ഇതാണ് കാണിക്കുന്നത്. അന്നേരം ഇവർക്കിവിടെ സന്തോഷമാകുന്നുണ്ട്, സമാധാനമായി, ഇത്തിരിയെങ്കിലും കുടിക്കുന്നല്ലോ എന്ന് പറഞ്ഞ് അവർ സന്തോഷത്തോടെ ഈ കുട്ടി പാല് കുടിക്കുന്ന ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ കുറച്ച് കുടിച്ചിട്ട് മതിയാക്കുമ്പോൾ മൂർത്തി പറയുന്നുണ്ട്, കുറച്ചല്ലേ കുടിച്ചുള്ളൂ എന്ന്. അന്നേരം അത് മതി, ഇനി അവൾ എൻ്റെ തോളിൽ എൻ്റെ നെഞ്ചിലെ ചൂടേറ്റ് കുറച്ച് നേരം ഇങ്ങനെ ഞാൻ ചേർത്ത് വെച്ചോട്ടെ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ ചേർത്തങ്ങ് പിടിക്കുകയാണ്. അന്നേരം കുഞ്ഞും ഇങ്ങനെ അരുണയെ ചേർത്തങ്ങ് പിടിക്കുന്നുണ്ട്. അത് ബാക്കി എല്ലാവരും നോക്കി നിൽക്കുകയാണ്. അന്നേരം ഇവിടെ ശാരികയാണെങ്കിൽ വീണ്ടും ഗാർഗി അങ്ങനെ അത് വരുമ്പോൾ ചോദിക്കുന്നതിൻ്റെ വിഷമം ഇതുവരെ മാറിയില്ലേ മോളെയും ചോദിക്കുകയാണ്. അന്നേരം എങ്ങനെ മാറാനാണ്, എൻ്റെ മോള് അവളൊന്ന് എടുക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടോ, പാല് കുടിച്ചു കാണുമോ, ആരെങ്കിലും കൊടുത്ത് കാണുമോ, ഒന്ന് മാറോട് ചേർക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടാകുമോ എന്നൊക്കെ ആലോചിച്ച് ശാരിക ആകെ കരച്ചിലാണ്. അന്നേരം ഇവിടെ അരുണയെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചുറക്കുന്ന സീനുമാണ് കാണിക്കുന്നത്. ശാരികയുടെ ഒരു വിഷമമാണെങ്കിൽ കണ്ടിട്ട് ഗാർഗിക്ക് സഹിക്കാനും പറ്റുന്നില്ല. ഇത്രയുമാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ശാരികയ്ക്കിനി കുഞ്ഞിനെ തിരികെ കിട്ടുമോ എന്നുള്ളതാണ്. അരുണയ്ക്കും അത്രത്തോളം ഇഷ്ടം ആ കുഞ്ഞിനോട് ഉണ്ടായി കഴിഞ്ഞു, അതിനെ വിട്ടുപിരിയുമ്പോഴും എന്ത് സംഭവിക്കും എന്നുള്ളത്, പിന്നെ ഈ നന്ദന വന്നിരുന്ന് കുഞ്ഞിനെ ആപത്തിൽപ്പെടുത്താൻ ശ്രമിക്കുമോ, എന്താകും എന്നുള്ളതൊക്കെ നോക്കാം. ഓക്കെ, താങ്ക് യു.